സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കൽ വിരുദ്ധനെന്ന് പേരെടുത്ത സംവിധായകനും നടനുമായ ബേസിൽ ജോസഫിന് ഇത്തവണ സ്വന്തം പണി തിരിഞ്ഞു കിട്ടി. ഉറ്റ ചങ്ങാതി ടൊവിനോ തോമസിന് പലപ്പോഴും പണി കൊടുത്തിട്ടുള്ള ബേസിലിന്റെ ഒരു പഴയകാല വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്നത്. സംപ്രേഷണം ചെയ്തിരുന്ന അശ്വമേധം പരിപാടിയിൽ ബേസിൽ പങ്കെടുത്ത വീഡിയോയാണ് നിർമ്മാതാവ് എൻ.എം. ബാദ്ഷ അടക്കമുള്ളവർ പങ്കുവച്ചതോടെ തരംഗമായി മാറിയത്. വയനാട്ടിൽ വെച്ച് നടന്ന അശ്വമേധം മെഗാ ഷോയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരൻ ബേസിലാണ് മത്സരാർത്ഥിയായി എത്തിയത്. മനസ്സിൽ കണ്ട വ്യക്തിയുടെ പേര് കണ്ടെത്താൻ GS പ്രദീപിന് 17 ചോദ്യങ്ങൾ വേണ്ടി വന്നു. അത്രയൊന്നും എളുപ്പത്തിൽ ബേസിൽ പിടി കൊടുത്തിട്ടില്ല എന്നത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. 10 ചോദ്യങ്ങളുടെ റൗണ്ടുകൾ കടന്ന് അശ്വമേധം മുന്നോട്ട് പോയപ്പോൾ കാണികൾക്കിടയിലും ആവേശം അണപൊട്ടി. അന്ന് ബേസിൽ മനസ്സിൽ കണ്ട മഹാനായ നർത്തകൻ ഉദയ് ശങ്കർജി ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും അമ്പരന്നു. വീഡിയോ വൈറലായതോടെ രസകരമായ കമന്റുകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടൊവിനോയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ളതായി, ബേസിലെ നീ തീർന്നട എന്ന് ചിലർ പറയുമ്പോൾ ഇനി ബേസിൽ കുറച്ചുനാൾ ബഹിരാകാശത്താണ് താമസം എന്ന് മറ്റു ചിലർ കളിയാക്കുന്നുണ്ട്. ലേ ടൊവിനോ, മുടിയിൽ എണ്ണ വാരി തേച്ച പിടി കിട്ടില്ലെന്ന് കരുതിയോടോ ബേസിലെ? ഇതിന് പിന്നിൽ ടൊവിനോയുടെ കറുത്ത കൈകളാണോ എന്ന് ഒരു സംശയം തുടങ്ങിയ കമന്റുകളാണ് ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്നത്. ബേസിൽ ജോസഫിന്റെ കുസൃതിത്തരങ്ങൾക്കും തമാശകൾക്കും സ്വന്തം പഴയകാല വീഡിയോ തന്നെ ഇരയായത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ AI വീഡിയോകളാണ് താരം. കേരളത്തിലെ അമ്മമാർ കടുവക്കുട്ടികളെയും ഡ്രാഗണുകളെയും എല്ലാം ഓമനിച്ച് വളർത്തുന്ന വീഡിയോകൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇപ്പോഴിത് ആ പട്ടികയിലേക്ക് പുതിയൊരു താരം കൂടി. കേരളത്തിലെ ഒരു അമ്മ സിംഹങ്ങളെ വളർത്തുന്ന വിസ്മയിപ്പിക്കുന്ന വീഡിയോയാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ 2 സിംഹങ്ങളെയാണ് ഈ അമ്മ സ്നേഹത്തോടെ വളർത്തുന്നത്. അമ്മ പേര് വിളിക്കുമ്പോൾ ഓടി വരുന്ന ഒരു ആൺസിംഹത്തെയും ഒരു പെൺസിംഹത്തെയും വീഡിയോയിൽ കാണാം. കാഴ്ചയിൽ യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന ഈ വീഡിയോയുടെ അവസാനം തക്കുടു എന്ന പേരുള്ള ഒരു ദിനോസറിനെ കാണിക്കുന്നുണ്ട്. ഞാൻ ഐ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഈ രസകരമായ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. വീഡിയോയ്ക്ക് താഴെ രസകരമായ ധാരാളം കമന്റുകളും ലക്ഷക്കണക്കിന് ലൈക്കുകളും ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരള സാരി ധരിച്ച് കയ്യിൽ ഒരു കടുവക്കുട്ടിയുമായി നിൽക്കുന്ന മലയാളി വീട്ടമ്മയുടെ വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതാ എൻ്റെ കിടാവ് സിംബ എന്ന് കടുവയെ കയ്യിലെടുത്തുകൊണ്ട് ആ വീട്ടമ്മ പറയുന്നതും വീഡിയോയിൽ കേൾക്കാമായിരുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഈ AI വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പുതിയ ട്രെൻഡുകൾ സൃഷ്ടിക്കുകയാണ്. ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു കളയുന്ന ഇത്തരം വീഡിയോകൾ കാഴ്ചക്കാരിൽ ചിരിയും കൗതുകവും ഒരുപോലെ നിറയ്ക്കുന്നുണ്ട്. പാമ്പെന്ന് കേട്ടാൽ തന്നെ ഭയന്ന് വിറയ്ക്കുന്നവരാണ് നമ്മളിൽ അധികവും. എന്നാൽ പാമ്പിനെ പിടികൂടി സാഹസങ്ങൾ കാണിക്കുന്ന ചിലരുണ്ട്. അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഹൈബൻപൂർ ഗൗസേൽ ഗ്രാമത്തിലാണ് സംഭവം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ വിചിത്രമായ സംഭവം നടന്നത്. ജീത്തു എന്ന പേരുള്ള ഗ്രാമവാസിയാണ് ഒരു ഉഗ്രവിഷമുള്ള പാമ്പിനെ പിടികൂടി കഴുത്തിൽ ചുറ്റിയത്. അതുകൊണ്ട് സാഹസം അവസാനിച്ചില്ല. ഇയാൾ തൻ്റെ നാവ് കൊണ്ട് പാമ്പിന്റെ നാവിനെ സ്പർശിക്കുന്നതും വീഡിയോയിൽ കാണാം. ചുറ്റും കൂടിയ ഗ്രാമവാസികൾ ഇത് കണ്ട് ആർത്തു വിളിച്ചതും പ്രോത്സാഹിപ്പിച്ചതും വീഡിയോയിലുണ്ട്. വീഡിയോയുടെ ഒരു ഘട്ടത്തിൽ കഴുത്തിൽ നിന്ന് പാമ്പിനെ മാറ്റാൻ ഒരാൾ ആവശ്യപ്പെടുന്നത് കേൾക്കാം. എന്നിട്ടും ജീത്തു തന്റെ അഭ്യാസം തുടർന്നു. ഈ സാഹസത്തിനിടയിൽ ആ വിഷപ്പാമ്പ് ജീത്തുവിനെ കടിച്ചു. കടിയേറ്റതിന് പിന്നാലെ അധികം താമസിയാതെ തന്നെ ജീത്തുവിന്റെ നില വഷളായി. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ ജീത്തു ICUവിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന. ശംഖുവരയൻ പാമ്പാണ് ജീത്തുവിനെ കടിച്ചതെന്നാണ് പ്രാഥമിക വിവരം. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത്തരം സാഹസങ്ങൾ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നും അപകടകാരികളായ ജീവികളോട് അടുത്ത് പെരുമാറുന്നത് ഒഴിവാക്കണമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. സാധാരണ ഒരു ഓർഡർ ഡെലിവറി ചെയ്യാൻ പോയ ഒരു സൊമാറ്റോ ഏജന്റിന് ലഭിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു പിറന്നാൾ സമ്മാനമാണ്. ഭക്ഷണം എത്തിക്കേണ്ടിയിരുന്ന വീട്ടിലെ ആളുകൾ അദ്ദേഹത്തിനായി ഒരുക്കിയത് ഒരു സർപ്രൈസ് പിറന്നാൾ ആഘോഷം. ഭക്ഷണവുമായി വീടിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ തനിക്കായി കാത്തിരിക്കുന്ന ഈ സന്തോഷ നിമിഷങ്ങളെക്കുറിച്ച് ഡെലിവറി ഏജന്റ് അറിഞ്ഞിരുന്നില്ല. കണ്ണുപൊത്തി അകത്തേക്ക്, മുന്നിൽ നിറപുഞ്ചിരിയോടെ അപരിചിതർ. ഭക്ഷണവുമായി വന്ന ഡെലിവറി ഏജന്റിനെ കണ്ണുപൊത്തിയാണ് വീട്ടുകാർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വീടിനുള്ളിൽ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി.
മുന്നിൽ നിറപുഞ്ചിരിയോടെ ഒരു കൂട്ടം അപരിചിതർ നിൽക്കുന്നു. അവരുടെ ആവേശവും സ്നേഹവും നിറഞ്ഞ പെരുമാറ്റം ആരെയും ആകർഷിക്കുന്നതായിരുന്നു. എല്ലാവരും ചേർന്ന് പിറന്നാൾ പാട്ട് പാടുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഡെലിവറി ഏജന്റ് വികാരധീരനായി കണ്ണു തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ കാണാം. ഞങ്ങൾ സൊമാറ്റോ ഡെലിവറി ഏജന്റിന്റെ സന്തോഷത്തിന് വലിയൊരു നിമിഷം സമ്മാനിച്ചെന്ന അടിക്കുറിപ്പോടെയാണ് ഈ ഹൃദയസ്പർശിയായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോയിൽ ചുറ്റുമുള്ള എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഡെലിവറി ഏജന്റ് കരച്ചിലടക്കാൻ പാടുപെടുന്നത് വ്യക്തമായി കാണാം. മെഴുകുതിരികൾ ഊതിക്കെടുത്തി കേക്ക് മുറിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ട ആ ആഘാതം ഡെലിവറിക്കെത്തി അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലെ പിറന്നാൾ പോലെയായി. ഈ വീഡിയോ അതിവേഗമാണ് ഓൺലൈനിൽ ശ്രദ്ധ നേടിയത്. സൊമാറ്റോയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജും വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തി. വീഡിയോ കണ്ട ആയിരക്കണക്കിന് ആളുകൾ ഹൃദയം നിറഞ്ഞ കമന്റുകളുമായാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ലോകം, അതിനായി നാം എല്ലാം മാറണം. അദ്ദേഹം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല, പക്ഷേ ആ നിമിഷം അദ്ദേഹത്തിന് ഏറെ വിലപ്പെട്ടതാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു തുടങ്ങിയ ഒട്ടേറെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ലഭിക്കുന്നുണ്ട്. ഈ ചെറിയ പ്രവൃത്തി ഡെലിവറി ജീവനക്കാരന്റെ പിറന്നാൾ മാത്രമല്ല, വീഡിയോ കണ്ട ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിലും സന്തോഷം നിറച്ചുവെന്നും പലരും പറയുന്നു.